അടിപൊളി. നല്ല പോത്ത്. ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. കൊള്ളാം. സൂപ്പറായിട്ട് നല്ല രസമാണ്. കൊള്ളാം. ഈ ലൊക്കേഷൻ പോകണ്ട. വാഗമണ്ണിൽ ഇട്ട് കൊടുക്കണം കേട്ടോടാ. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജോഫിൻ ജോൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു യാത്രയിലാണ്. വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കാണുക, അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാനം കാഞ്ഞാർ സിനിമാ റോഡ് വഴി ഇല്ലിക്കൽ കല്ലിലേക്ക് പോവുക. ഇങ്ങനെയുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾക്ക് ഇന്നുള്ളത്. ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ പപ്പയും വലിയ പപ്പയുമാണ്. അവർക്കൊപ്പം ഒരു പെങ്ങൾ കൂടിയുണ്ട്. ഇവർ 3 പേരുടെയും ഒരു സൗഹൃദം, സ്നേഹം ഈ നടന്നു വരുന്നതാണ് പപ്പയുടെ പെങ്ങൾ. അപ്പോൾ ഇവരുടെ ഒരു സൗഹൃദമൊക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഇവരുടെ ആ ഒരു ടുഗദർനെസ്, ഒരു പഴയ വീഞ്ഞ് പഴകുന്നത് പോലെ വീര്യം കൂടി വരുന്നത് കാണുന്നത് ഒത്തിരി സന്തോഷം തരാറുണ്ട്. ഇവരും ഒത്തുള്ള ഒരു യാത്ര, അതിൽ നിന്ന് കിട്ടുന്നൊരു വൈബ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇന്ന് പോകുന്ന റൂട്ട്, ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് പുനലൂരിൽ നിന്നാണ്. പുനലൂരിൽ നിന്ന് പത്തനംതിട്ട, റാന്നി, മണിമല, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, തീക്കോയി, വാഗമൺ, ഈ റൂട്ടിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വാഗമണിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. തീക്കോയി കഴിഞ്ഞ് നമ്മൾ ആ ഹൈ റേഞ്ച് കയറ്റമൊക്കെ കയറി വരുമ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റാണിത്. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് വാഗമൺ കോലാഹലമേട്ടിലുള്ള അഡ്വഞ്ചർ പാർക്കിലാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഈ അഡ്വഞ്ചർ പാർക്കിനുള്ളിലാണ്. അഡ്രസ്സ് പറയുന്നത് അഡ്വഞ്ചർ സോൺ, അമൃതമേട് റോഡ്, കോലാഹലമേട്, വാഗമൺ, അങ്ങനെയാണ് പറയുന്നത്. ഇതിനിടയിൽ വലിയ പപ്പ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ നിന്നതാണ്. ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് വളരെ മനോഹരമായ, ഒത്തിരി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൊരു പാർക്കാണ്. അവിടെ സ്കൈ സ്വിങ് ഉണ്ട്, സ്കൈ സൈക്ലിംഗ്, സ്കൈ റോളർ, ഫ്രീ ഫോൾ, ജെയിൻ സ്വിങ്, സിപ്പ് ലൈൻ, 360 ഡിഗ്രി സൈക്കിൾ, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ഒരു അഡ്വഞ്ചർ പാർക്കിനുള്ളിൽ. ഇത് കൂടാതെയാണ് ഇതിൻ്റെ ഒരു ഷോ സ്റ്റീലർ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചിട്ടാണ് ഈ ഒരു വാഗമണ്ണിന് ഇപ്പോൾ കിട്ടിയ ഒരു ഹൈപ്പ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമായിട്ട് ഒതുങ്ങില്ല. ഒരുപാട് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാർക്കിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാർക്കിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ട് 5:30 വരെയാണ്. വൈകിട്ട് 5:30 വരെയാണ് ഈ പാർക്കിൻ്റെ ടൈമിങ്. ഈ പാർക്കിനുള്ളിലുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 250 രൂപയാണ്. പിന്നെ പല പാക്കേജുകളുണ്ട് ഇവിടെ. സിൽവർ പാക്കേജ്, ഗോൾഡ് പാക്കേജ്. സിൽവർ പാക്കേജ് എന്ന് പറയുന്നത് 999 രൂപയ്ക്ക് അത് കവർ ചെയ്യുന്നത് ഗ്ലാസ് ബ്രിഡ്ജ്, സ്കൈ സൈക്കിൾ, സിപ്പ് ലൈൻ, പിന്നെ 360 ഡിഗ്രി സൈക്കിൾ. ഇത്രയും കാര്യങ്ങൾ സിൽവർ പാക്കേജിൽ കവർ ചെയ്യും. ഗോൾഡ് പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1499 രൂപയാണ് ഗോൾഡ് പാക്കേജ്. അതിലുള്ളത് ഗ്ലാസ് ബ്രിഡ്ജ്, റോക്കറ്റ് റിജക്ടർ, ഫ്രീ ഫോൾ, സ്കൈ സൈക്കിൾ, സിപ്പ് ലൈൻ, 360 ഡിഗ്രി സൈക്കിൾ, ഇത്തരം കാര്യങ്ങളാണ് ഗോൾഡ് പാക്കേജിലുള്ളത്. ഇവിടേക്ക് 1000 പേരെ മാത്രമേ ഒരു ദിവസം അനുവദിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല. ആദ്യം വരുന്നവർക്ക് ക്യൂ നിന്ന് വേണം ഇതെടുക്കാൻ. സെപ്റ്റംബർ 2023 പാർക്കിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുകയുണ്ടായിട്ടുണ്ട്. 3 കോടിയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് ഇവർ പറയുന്നത്. അത് കവറായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ വരുന്നത്. നമുക്ക് വാഗമണ്ണിലേക്ക് പല വഴികളിലൂടെ എത്താം. ഈരാറ്റുപേട്ട വഴി വരുന്ന ഒരു റൂട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. പീരുമേട്, കുട്ടിക്കാനം ആ സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഏലപ്പാറ വഴി ഇവിടേക്ക് വരാവുന്നതാണ്. തൊടുപുഴ വഴിയും ഇങ്ങോട്ടേക്ക് വാഗമണ്ണിലേക്ക് കയറാൻ കഴിയും. കാഞ്ഞാർ ഭാഗത്തു നിന്ന് വരുന്നവർക്കും പുള്ളിക്കാനം വഴി, അത് സിനിമാ റോഡ് എന്ന് പറയുന്നൊരു റോഡാണത്, അതുവഴി കയറാൻ പറ്റും.
ഒരു മേജർ പട്ടണമായ കൊച്ചിയിലേക്ക് ഒരു 106 കിലോമീറ്റർ ദൂരമുണ്ട്. മൂന്നാറിലേക്ക് 99 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഈ ഒരു വാഗമൺ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇത് ഇത്തിരി തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു ഭൂപ്രദേശമാണ്. ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആസ്വദിക്കുന്നവർക്ക് ഒരുപാട് ഹരം പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. ഒത്തിരി രസമുള്ള കാര്യങ്ങളുണ്ട്. സിപ്പ് ലൈനും ഒക്കെ നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാനിവിടെ സിപ്പ് ലൈനിൽ കയറിയില്ല. സിപ്പ് ലൈൻ നമുക്കൊത്തിരി ഒരു രസമുള്ളൊരു സംഭവമാണ്. ഞാനത് വയനാട്ടിലൊക്കെ 900 കണ്ടിയിൽ പോകുമ്പോൾ അവിടെ തേയിലത്തോട്ടത്തിൻ്റെ മുകളിലൂടെ ഉള്ളൊരു സിപ്പ് ലൈൻ, ഏറ്റവും നീളം ഉള്ള സിപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറിയിട്ടുണ്ട്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായും സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത്തരം ഒരു പാക്കേജാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഈ അഡ്വഞ്ചർ പാർക്കിൽ മാത്രമായിട്ട് ഒതുങ്ങേണ്ട, വാഗമൺ അല്ലാതെ തന്നെ ഒരുപാട് മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. 1926 വാൾട്ടർ ഡൻകൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ആദ്യത്തെ തേയിലത്തോട്ടത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കുടിയേറ്റ കർഷകരൊക്കെ വരികയും ഒരുപാട് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ആരംഭിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷനായിട്ട് പറയുന്ന ഒരു സ്ഥലമാണ് കുരിശുമല ആശ്രമം, തങ്ങൾപ്പാറ. ഈ കോലാഹലമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്ക് നിൽക്കുന്ന ആ സ്ഥലത്താണ് തങ്ങൾപ്പാറയുള്ളത്. അതൊരു തീർത്ഥാടന കേന്ദ്രവും ഒക്കെയായി കാണാറുണ്ട്. കുരിശുമല ആശ്രമം ഒത്തിരി ധ്യാന കേന്ദ്രം പോലെയൊക്കെ, അതായത് മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു നല്ല കേന്ദ്രമായി കാണാറുണ്ട്. ഒരുപാട് പേർ ശാന്തമായി ഇരിക്കാനൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു ആശ്രമമാണ് കുരിശുമല ആശ്രമം. ബെനഡിക്റ്റൈൻ സന്യാസി സമൂഹങ്ങളാണ് ഇത് നടത്തിപ്പെന്നാണ് കരുതുന്നത്. ഫ്രാൻസിസ് ആചാര്യ എന്ന് പറയുന്ന ഒരു ബെനഡിക്റ്റൈൻ മങ്ക് ആണിത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ആശ്രമം 1955 ബെൽജിയത്തിൽ നിന്ന് വന്ന സന്യാസിയാണത് ആരംഭിക്കുന്നത്. ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതൊരു വാച്ച് ടവറാണ്. പപ്പ നിൽക്കുന്ന ഈ ഒരു ടവറിൽ നിന്ന് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ കഴിയും. പിന്നീട് ഒരു സ്കൈ സൈക്കിൾ ഉണ്ട്, സ്കൈ സ്വിങ് ഉണ്ട്. ഒത്തിരി കാഴ്ചകൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന് അടുത്തുള്ള വാച്ച് ടവറിൽ നിന്ന്, അതായത് ഇത് അമ്മയാണ്, അമ്മയും അച്ഛനും നിൽക്കുന്ന ഈ ഒരു വാച്ച് ടവറിൽ നിന്ന് ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ഈ യാത്രയിൽ പപ്പ, അമ്മ, വലിയ പപ്പ, മാവിയുടെ 2 കൊച്ചുമക്കൾ, പിന്നെ എൻ്റെ 4 വയസ്സുള്ള കുട്ടി, ഞങ്ങൾ ഇത്രയും പേരാണ് ഈ യാത്രയിൽ ഉള്ളത്. ഈ വാച്ച് ടവറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, നല്ല കാറ്റാണ് ഈ വാച്ച് ടവറിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നല്ല ശുദ്ധവായു നമുക്ക് ഇങ്ങനെ ശ്വസിക്കാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഈ ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് നല്ല ശുദ്ധവായുവാണ് കിട്ടുന്നത്. മുൻപൊരിക്കൽ കാന്തല്ലൂർ വെച്ച് കുറച്ച് പേരെ പരിചയപ്പെട്ടപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് വന്നവരാണ്. അവർ പറയുന്നത് അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഹൈ റേഞ്ച് കയറി വരും, നല്ല ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇത്തരം നല്ല അനുഭവങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് സമയം കണ്ടെത്തി ഒന്ന് ആസ്വദിക്കുക എന്നുള്ളത് ഒത്തിരി നല്ലൊരു കാര്യമാണ്. നോക്കിക്കേ, എന്ത് രസമാണ് ആ നീലാകാശവും ആ പച്ചപ്പും ഒക്കെ കാണാൻ. ജീവിതമൊക്കെ മടുത്തു എന്ന് തോന്നുന്നവർക്ക് ചാർലി സിനിമയിൽ ദുൽഖർ പറയുന്ന ഒരു ഡയലോഗ് വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ കാണാതെ അങ്ങോട്ട് കയറി ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്?
കുറച്ച് വിഷമമൊക്കെ തോന്നുമ്പോൾ, ജീവിതം മടുക്കുമ്പോൾ ഈ ഹൈ റേഞ്ചിലോട്ടൊക്കെ ഒന്ന് കയറി വന്ന് ഈ പച്ചപ്പും ഇവിടുത്തെ ആ ഒരു നല്ല ശുദ്ധവായുവും കോടമഞ്ഞും തണുപ്പും ഒക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു ബ്രേക്ക് എടുത്ത് ഇതൊക്കെ ഒന്ന് വന്ന് കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പ്രസന്റ് മൊമെന്റിൽ നമുക്ക് നിൽക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത്. കാരണം പലവിധമായ ടെൻഷനുകളും ഒക്കെ കയറിയിട്ട് നമ്മളാകെ ഭാവിയെ പറ്റിയും ഇന്നലകളെ പറ്റിയും ഒക്കെയുള്ള ആ ഒരു ആകുലതകളിലും ഒക്കെ നമ്മൾ സമയം കളയാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ നിൽക്കുക എന്നുള്ളത് ഒത്തിരി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്നതും നമുക്ക് ആ പ്രസന്റ് മൊമെന്റിൽ നിൽക്കുക എന്നുള്ളൊരവസ്ഥയെ പറ്റിയാണ്. അത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രസന്റ് മൊമെന്റിൽ കുറച്ചു നേരം നിൽക്കാൻ കഴിയും. ജീവിതത്തെ കുറച്ചും കൂടി സ്നേഹത്തോടെ സൗമ്യമായി സന്തോഷത്തോടുകൂടി ആസ്വദിക്കാൻ കഴിയും. ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ജീവിതത്തെ സമീപിക്കുവാൻ കഴിയും. ഈ ഓടി വന്നത് എൻ്റെ മകളാണ്. വാഗമണ്ണിൽ 2-3 കോളേജുകളൊക്കെ ഉണ്ട്. DC ബുക്സും DC കിഴക്കേമുറി ഫൗണ്ടേഷനും ഒക്കെ നടത്തുന്ന 2 കോളേജുകളുണ്ട്. DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, DC സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ഈ 2 കോളേജുകൾ DC ബുക്സിൻ്റെതായിട്ടുണ്ട്. പിന്നൊന്ന് കോളേജ് ഓഫ് ഡയറി സയൻസസ്, അത് ഈ അഡ്വഞ്ചർ പാർക്ക് നിൽക്കുന്ന കോലാഹലമേട്ടിൽ തന്നെയാണ് ആ കോളേജ് ഉള്ളത്. BTech ഡയറി സയൻസസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. ഈ വാഗമണ്ണിലേക്ക് വരുന്നവർക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു റൂട്ട് കോട്ടയം കുമളി റോഡിൽ വന്നിട്ട് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ വഴി വാഗമണ്ണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ധാരാളം തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിയും. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ആ വഴിക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കോലാഹലമേടാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വാഗമൺ ടൗണിലേക്ക് വരുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയി വഴി വരുന്ന റൂട്ടിൽ വാഗമണ്ണെത്തി പിന്നെ ഒരു 6 കിലോമീറ്ററും കൂടി ഏലപ്പാറ സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ കോലാഹലമേട്ടിൽ എത്താൻ കഴിയുന്നത്. അഡ്വഞ്ചർ പാർക്ക് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കോലാഹലമേട്. ഞങ്ങൾ മുതിർന്നവരെക്കാളും ഒക്കെ ഈ യാത്ര ഏറ്റവും ആസ്വദിക്കുന്നത് എൻ്റെ മകളാണെന്ന് തോന്നുന്നുണ്ട്. അവളുടെ ആ ഒരു ഓട്ടവും കളിയും ചിരിയും ഒക്കെ ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ജനുവരി ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തെളിഞ്ഞൊരു കാലാവസ്ഥ വാഗമണ്ണിലുള്ളത്. ഞാൻ മുൻപ് ജൂൺ ജൂലൈ ആ ഒരു സമയത്തൊക്കെ വരുമ്പോൾ നട്ടുച്ചയ്ക്ക് പോലും ചാറ്റൽ മഴയും കോടമഞ്ഞും ഒക്കെ അങ്ങനെ മൂടി നിൽക്കുന്നൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ച് ഈ മല ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയൊക്കെ നല്ല കോടമഞ്ഞ് നിറഞ്ഞ് വിസിബിലിറ്റിയൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന് തോന്നുന്നു. സമർത്ഥരിൽ അതിസമർത്ഥനായ സോളമൻ രാജാവിനെ പോലും തോൽപ്പിച്ച ഒരു ആളുണ്ട്. വയലിലെ ലില്ലി ചെടി. ആ ലില്ലിപ്പൂക്കളുടെ പോലെയാണ് കുട്ടികൾ. അവർക്ക് ഇന്നലകളുടെ ഭാരമില്ല, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളില്ല. അവർ അത്രയും ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നു. കുട്ടികൾ യാത്രകളൊക്കെ ആസ്വദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ജീവിതത്തെ കാണുന്നത് പോലെ ആസ്വദിക്കുന്നത് പോലെ മുതിർന്നവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ ഒരു കാര്യം, വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്നവർക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, രാവിലെ തന്നെ എത്തുക. 9 മണിക്ക് മുന്നേ തന്നെ കഴിവതും എത്തുക. കാരണം ഞങ്ങൾ ഈ വാച്ച് ടവറിൽ നിന്ന് സമയം കളയേണ്ടി വരുന്നതിൻ്റെ മറ്റൊരു കാരണം, ഞങ്ങൾക്ക് 2:15 ടൈമാണ് കിട്ടിയത്. ഉച്ചയ്ക്ക് 2:15 ടൈമാണ് കിട്ടിയത്. ഏതാണ്ട് ഞങ്ങൾക്ക് 2:15 ടൈമായി. ഇനി ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിനെ ലക്ഷ്യമാക്കി ആ വാച്ച് ടവറിൻ്റെ താഴെയുള്ള വഴിയിലൂടെ നടന്നു വരികയാണ്. മുന്നിൽ വരുന്നത് എൻ്റെ മാവിയുടെ കൊച്ചുമക്കളാണ്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ കാത്തിരിപ്പിന് അവസാനമായി ഇനി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നടന്നു തുടങ്ങുകയാണ്. ഞങ്ങൾ വന്നത് ഒരു ഞായറാഴ്ച ദിവസമായതിനാൽ ഏറെ നേരം കൗണ്ടറിൽ ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് തന്നെ. അതും ഒരു 3 മണിക്കൂർ
ഗ്യാപ്പ് ഇട്ടാണ് ആ ടിക്കറ്റ് കിട്ടുന്നത് തന്നെ. അന്നേ ദിവസം, അതായത് ഈ ഞങ്ങൾ വന്ന ദിവസം രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നതിനാൽ 10 പേരെ വെച്ച് മാത്രമാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറ്റി വിട്ടത്. ഒരു സമയം 20 പേരെയാണ് മാക്സിമം കയറ്റുക എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നല്ല കാറ്റുള്ള ദിവസം 10 പേരെ വെച്ച് മാത്രമേ കയറ്റുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പലർക്കും അതേ ദിവസം ടിക്കറ്റ് കിട്ടാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പരമാവധി നേരത്തെ തന്നെ എത്തുകയാണെങ്കിൽ മാത്രമേ ആ യാത്ര നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ആവുകയുള്ളൂ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിരിക്കുന്നത് BTPCയുടെ നേതൃത്വത്തിലാണ്. ഒരു പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിൻ്റെ നടത്തിപ്പ്. 250 രൂപയാണ് ടിക്കറ്റ് അവർ വെച്ചിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നവർക്കുള്ള ഫീസായിട്ട്. നേരത്തെ അത് 500 രൂപയായിരുന്നു. പക്ഷേ പിന്നീട് അത് എതിർപ്പുകൾ ഉണ്ടായപ്പോൾ 250 രൂപയായിട്ട് കുറച്ചതാണ്. പക്ഷേ ആ 250 രൂപ കൊടുത്ത് കയറുന്നത് ഒരു രീതിയിലും നഷ്ടമാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്നാണ് BTPC അവകാശപ്പെടുന്നത്. ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള 40 mm ഗ്ലാസുകളുടെ 5 ലെയറാണ് ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 35 ടൺ സ്റ്റീൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 3500 അടി ഉയരത്തിലാണ്, സീ ലെവലിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നീളമെന്ന് പറയുന്നത് 120 ഫീറ്റാണ്. 120 ഫീറ്റ് നീളവും 150 ഫീറ്റ് ഉയരവുമാണ് അവരത് പറയുന്നത്. സമീപത്തുള്ള മുണ്ടക്കയം, കുട്ടിക്കൽ, കൊക്കയാർ എന്നീ ഗ്രാമങ്ങളൊക്കെ ഒരു ബേഡ്സ് ഐ വ്യൂവിൽ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയും. പുറത്തുനിന്ന് ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് പേർ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയതിന് ശേഷം അല്ല, ഇത് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല, കയറി കഴിയുന്ന ഒരു അനുഭവം ഒരു പ്രത്യേക അനുഭവം തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഉള്ളവർ ഇനിയും ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമമുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. തിരുവനന്തപുരത്ത് പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട്. ഫെബ്രുവരി 14 മറ്റോ ആണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് 2ാം സ്ഥാനത്താകുമെന്ന് തോന്നുന്നു. ഇതിലും നീളമുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ഐ സൈറ്റിൽ നിന്ന് സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ മകൾ, അവൾക്ക് 4 വയസ്സായെങ്കിലും ഞങ്ങൾ എല്ലാവരോടും വന്നിട്ട് എടുക്കുക എന്ന് പറയാറുണ്ട്. അവളെ എടുത്തിട്ട് സംസാരിക്കാൻ പറയും. അപ്പോൾ അവളുടെ ഐ ലെവലും ഞങ്ങളുടെ ഐ ലെവലും തമ്മിൽ കറക്റ്റ് ആവും. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഈ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളൊന്ന് നടന്നു വരാമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ അവളത് വിശ്വസിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം. പിന്നീട് അവൾ എടുക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാൻ എപ്പോഴും അവളുടെ പപ്പ എന്താ ഫോട്ടോ എടുക്കാത്തത്, വീഡിയോ എടുക്കാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ വീഡിയോസ് അവളെ ഫോക്കസ് ചെയ്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കുട്ടികളുടെ ചിരി കാണുക എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണെന്നറിയോ. ആൻമരിയ കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമയിൽ സിദ്ദിഖ് സണ്ണി വെയിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങ് ചെയ്തു കൊടുക്കണം. കാരണം അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് ഈ ഒരു സ്കൈ സൈക്കിൾ, അല്ലേ? സ്കൈ സൈക്ലിംഗ് അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇത് താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമായിട്ട് തോന്നുന്നുണ്ട്.
നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത അവരുടെ കണ്ണുകളിലെ ആ ഒരു തിളക്കമുണ്ട്. ഒരു അൺഅഡൾട്ടേഡ് ആയിട്ടുള്ളൊരു തിളക്കം, ഒരു കുഞ്ഞ് നക്ഷത്ര തിളക്കം. നമ്മൾ ഈ കുട്ടികളുടെ ചോദ്യങ്ങളിൽ ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അവരുടെ ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം കേട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടാവാം, പക്ഷേ അവരുടെ ആ കണ്ണിലെ കുഞ്ഞു തിളക്കം കാണാൻ വേണ്ടിയിട്ട് ആ ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കൂ. ഞങ്ങൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞ് ഇല്ലിക്കൽ കല്ലിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. ഈ കാണുന്ന സ്പോട്ട് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് ഞങ്ങൾ പുള്ളിക്കാനത്ത് നിന്ന് കാഞ്ഞാറ് പോകുന്ന ആ സിനിമാ റോഡ് വഴിയാണ്. ഈ ഒരു ലൊക്കേഷൻ ധാരാളം സിനിമകളിൽ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന ആ പോയിന്റിൽ ഒരു കുഞ്ഞു കടയൊക്കെ കെട്ടിയിട്ട് ഒരു രംഗമുണ്ട്. ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി വരുണിൻ്റെ ഫോൺ ഒരു ലോറിയുടെ മുകളിലേക്ക് ഇടുന്ന ഒരു രംഗം ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. കാറ് കിടക്കുന്ന ആ ഭാഗത്താണ് ലോറി പ്ലേസ് ചെയ്തിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് ജോർജ് കുട്ടി ഫോൺ എടുത്ത് എറിയുന്നൊരു രംഗമുണ്ട്. ഈ ഒരു ഭാഗം ധാരാളം സിനിമകളിൽ വന്നിട്ടുണ്ട്. ഈ പുറകിലായി കാണുന്ന മലയാണ് ഇല്ലിക്കൽ കല്ല്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു റോഡാണ്. ഓർഡിനറി എന്ന് പറഞ്ഞ സിനിമ, ചാർലി എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു റോഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വളവിനെ പറയുന്നത് എസ് വളവെന്ന് പറയുന്നുണ്ട്, ടൈറ്റാനിക് വളവെന്ന് പറയുന്നുണ്ട്, ചുംബന മുനമ്പെന്നൊക്കെ ഒരു പേര് പറയുന്നുണ്ട്. പല രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്. ഈ ഒരു വളവിൽ ദുൽഖർ അപർണയുമായി രാത്രിയിൽ ഇങ്ങനെ ബുള്ളറ്റ് ഓടിച്ചു വരുന്നൊരു രംഗമുണ്ട്. ഞങ്ങളങ്ങനെ ഇല്ലിക്കൽ കല്ലിലെത്തി. ഇല്ലിക്കൽ കല്ല് ഞങ്ങൾ എത്തിയ റൂട്ടെന്ന് പറയുന്നത് ഈ പുള്ളിക്കാനം സിനിമാ റോഡിലൂടെ വന്ന് കാഞ്ഞാറ് വരെ പോയില്ല. കാഞ്ഞാറിന് മുൻപായി കൂവപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിലേക്ക് പോകുന്ന ആ റോഡ് വഴി പോയിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്ത് വന്നത്. ഇലവീഴ പൂഞ്ചിറ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴേക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് ഉള്ള എൻട്രി സമയം കഴിയാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് 6 മണി വരെയാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഒരു എൻട്രി ടൈം. അതിനു മുന്നേ ഇവിടെ എത്തേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ ഒഴിവാക്കിയാണ് വന്നത്. പക്ഷെ ആ റോഡ്, ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള റോഡ് നല്ല റോഡാണ്, പക്ഷേ അതുവഴിയുള്ള ഇല്ലിക്കൽ കല്ലിലേക്കുള്ള റോഡ് വളരെ മോശമാണ്. അപ്പോൾ കൂടുതലും നമുക്ക് മുന്നിലവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതുവഴി വരുന്ന ഒരു റോഡാണ് നല്ലത്. അതുവഴി വരുന്നതാണ് കൂടുതൽ ബെറ്റർ. ഈരാറ്റുപേട്ടയിൽ നിന്ന് അങ്ങനെ കയറി വരാൻ കഴിയും. ഇല്ലിക്കൽ കല്ല് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു കല്ലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും ആൻമരിയ കലിപ്പിലാണ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഈ ഇല്ലിക്കൽ കല്ല്, അതായത് മാലാക വരുന്നെന്നൊക്കെ പറഞ്ഞ് ആൻമരിയ പോകുന്ന ഒരു കുന്നില്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്നത്. പിന്നീട് ദുൽഖറിൻ്റെ CIA എന്ന് പറഞ്ഞ സിനിമയിലും ഈ ഒരു കല്ല് വന്നിട്ടുണ്ട്. ഈ ഒരു റോഡ് വഴി ദുൽഖറും നായികയും കൂടി, കാർത്തികയും കൂടി അങ്ങനെ ബൈക്കിൽ വരുന്നൊരു രംഗമുണ്ട്. ഇത് നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ ആ എൻട്രി പോയിന്റിൽ വന്ന് നമ്മുടെ വണ്ടികളൊക്കെ അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കിയിടണം. എന്നിട്ട് അവിടെ നിന്നുള്ള ജീപ്പിൽ വേണം നമ്മൾ മുകളിലേക്ക് പോകേണ്ടതുള്ളത്. ഏകദേശം 2 കിലോമീറ്റർ ഒരു കയറ്റമുണ്ട്. നമ്മളെ പാർക്കിംഗ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നിന്ന് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ഒരു ദൂരം എനിക്ക് തോന്നുന്നു 2 കിലോമീറ്ററോ മറ്റോ ആണ്. ഒന്നുകിൽ നമുക്ക് നടന്നു പോകാം, ഇല്ലെങ്കിൽ അവരുടെ ജീപ്പ് ഡിപ്പെൻഡ് ചെയ്യാം. ഇലവീഴ പൂഞ്ചിറ കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂവപ്പള്ളി വഴിയുള്ള റൂട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ പുള്ളിക്കാനത്ത് നിന്ന് കാഞ്ഞാറ് വരുന്ന ആ ഒരു റോഡ് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയും. ധാരാളം സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സിനിമാ റോഡാണത്. ജോസഫ് എന്ന സിനിമയിലെ കുറേ രംഗങ്ങൾ ആ റോഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ചയുള്ള ഒരു വഴിയാണ് ആ റോഡ്. ഈ പോയിന്റ് വരെയാണ് നമ്മൾ ജീപ്പിൽ വരാൻ കഴിയുന്നത്. അതിനുശേഷമുള്ള ദൂരം നമ്മൾ നടന്നു തന്നെ പോകണം.
കുരങ്ങ് മരം കാണുന്നത് പോലെയാണ് എൻ്റെ മകൾക്ക് എന്നെ കാണുമ്പോൾ. ഞാൻ ഈ ഫോണും പിടിച്ച് മുന്നിൽ നടക്കുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ നടന്നു വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ടി വന്നേനെ. ആ ഫോൺ പിടിച്ച് നടക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അവളെ എടുക്കുന്നതിലുള്ള വിഷമം കൊണ്ടല്ല, പക്ഷേ നമ്മൾ ഈ കയറ്റമൊക്കെ എടുത്തുകൊണ്ട് ഇത്രയും ദൂരം കയറുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടല്ലേ. പിന്നെ തന്നെയല്ല, കുട്ടികൾക്ക് അത് പിന്നെ അതൊരു റോങ് പ്രാക്ടീസ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്ക് ഓടിച്ചാടി നടക്കേണ്ട പ്രായമല്ലേ. എന്തായാലും അവൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് നല്ല ഉത്സാഹത്തിൽ അവളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആ പുറകിൽ കാണുന്ന 2 കുന്നുകളാണ് ഇല്ലിക്കൽ കല്ല്. ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം ഭയങ്കര രസമാണ്. ഭയങ്കരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ. നല്ല രസമാണ്. നല്ല രസമുള്ളൊരു വൈബാണ് ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം, ഈ ഒരു കുന്നുകളുടെ ഒരു വ്യൂ എല്ലാം. ഈ ഇല്ലിക്കൽ കല്ലിനെ പറ്റി നിരവധി കഥകളും വിശ്വാസങ്ങളും ഒക്കെ നിലവിലുണ്ട്. ഇവിടെ നീലക്കൊടുവേലി ഉണ്ടെന്നാണ് അവയിലൊന്ന്. ഈ ചെടി കിട്ടുന്നവർ സമ്പന്നരാകും എന്നൊരു വിശ്വാസവും ഉണ്ട്. പിന്നൊന്ന് പഞ്ചപാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം, ഒരു കഥയുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ഭീമൻ പാഞ്ചാലിയോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. എന്നാൽ പാഞ്ചാലി ഭക്ഷണം നൽകാൻ അല്പം വൈകിപ്പോയി. ഇതിൽ കുപിതനായ ഭീമൻ വലിയൊരു ഉലക്കയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞത്രേ. കൂനൻ കല്ലിൻ്റെയും കുടക്കല്ലിൻ്റെയും ഇടയിലൂടെ ആ ഉലക്ക ചെന്ന് വീണ സ്ഥലത്ത് ഒരു തോടുണ്ടായി. ഒലക്കപ്പാറ തോട് എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കഥകളുമുണ്ട്. ഈ ഭാഗത്ത് ധാരാളം കൈവരികളും മറ്റുമൊക്കെ ഉണ്ട്. ഒരു വാക്ക് വേ ഒക്കെ നന്നായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്ക് ടൈൽസ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് അവരവിടെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ മുകളിലേക്ക് കയറുന്ന ഭാഗത്ത് നല്ല ചെങ്കുത്തായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നമ്മൾ ആ കൈവരികളെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ വേണം കയറാൻ. മഴയൊക്കെ ഉള്ള സമയത്ത് അധികം കയറാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ കുറച്ച് സ്ലിപ്പറി ആയിട്ടൊക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കും. ഈ ഒരു ഇല്ലിക്കൽ കല്ലിൽ നിന്നാണ് മീനച്ചലാർ ഉത്ഭവിക്കുന്നത് എന്ന് പറയാം. ഈ ഒരു ഇല്ലിക്കൽ കല്ലിലെ ആ 2 പാറകൾ കൊടൈക്കനാലിലെ പില്ലർ റോക്കിനോട് ഒരു സിമിലാരിറ്റി ഉണ്ട്. നമുക്കത് കൊടൈക്കനാലിലെ പില്ലർ റോക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്കൊരു സിമിലാരിറ്റി തോന്നും. പിന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ടൗൺ എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ടയ്ക്ക് 19 കിലോമീറ്ററാണ് ഈ ഇല്ലിക്കൽ കല്ലിൽ നിന്നുള്ളത്. ബസ് മാർഗമൊക്കെ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈരാറ്റുപേട്ടയായിരിക്കും ഒരു ബെറ്റർ ഡെസ്റ്റിനേഷൻ. ഈരാറ്റുപേട്ടയിൽ നിന്നും മങ്കൊമ്പിലേക്ക് ബസ് കിട്ടും. മങ്കൊമ്പിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് ഈ ഇല്ലിക്കൽ കല്ലിലേക്കുള്ളത്. അത് ഓട്ടോയോ മറ്റോ കിട്ടുന്നതാണ്. പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ബേസ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ജീപ്പ് കിട്ടും. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, മൺസൂൺ സീസണിൽ പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് വളരെ റിസ്ക്കിയാണ്. ഇതിനു മുമ്പ് ഇല്ലിക്കൽ കല്ലിൽ ഒരു മൺസൂൺ ടൈമിൽ വന്നിട്ട് എനിക്കൊരു 4 മണിയായിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അത്ര കോടമഞ്ഞ് മൂടി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഒരു 6:15 ആയി, 6:15, 6:20 ആവുന്നുണ്ട്. ആ ടൈമിലും നല്ല വിസിബിലിറ്റിയാണ്. ജനുവരി ആയതുകൊണ്ടാണ് അങ്ങനെ. അതേസമയം ഒരു മൺസൂൺ ടൈമിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മണി കഴിഞ്ഞ് 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് കോടമഞ്ഞ് മൂടി ഒന്നും കാണാൻ കഴിയില്ല. തങ്കമീൻകൾ എന്നൊരു തമിഴ് സിനിമയിൽ ആ അച്ഛനും മകളും ഒരു മലയുടെ മുകളിൽ പോകുന്ന ഒരു രംഗമുണ്ട്. എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഞാനിങ്ങനെ ക്യാമറയുമായി എൻ്റെ മോളുടെ പുറകെ ഇങ്ങനെ ഓടുമ്പോൾ, അല്ലെങ്കിൽ അവൾ ഈ ഒരു വാക്ക് വേയിലൂടെ ഇങ്ങനെ ഓടുമ്പോൾ, ഈ കുന്നിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഓടുമ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. ഒരു പ്രത്യേക ഫീലാണ് ആ പാട്ടിന്. യൂട്യൂബ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്
തരും എന്നുള്ളത് കൊണ്ടാണ് ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പാട്ടിൻ്റെ വൈബ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോകുന്നു. ഞങ്ങളങ്ങനെ മലയിറങ്ങി തിരിച്ചു പോവുകയാണ്. ഇല്ലിക്കൽ കല്ല് കണ്ട് മനം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് അങ്ങനെ തിരിച്ച് പോവുകയാണ്. എൻ്റെ കുഞ്ഞിനും ഈ യാത്ര ഒത്തിരി സന്തോഷം നിറഞ്ഞതായിരിക്കുമെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. അവളും ഈ യാത്ര ഒരുപാട് ആസ്വദിച്ചു എന്ന് തന്നെയാണ് അവളുടെ ഓരോ എക്സ്പ്രഷനിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഓരോ യാത്രയും നമ്മുടെ ഉള്ളിലേക്കുള്ളൊരു അന്വേഷണവും ഒരു സ്പിരിച്വൽ ജേണിയും കൂടിയാണ് നമ്മുടെ ഓരോ യാത്രയും. ഞാൻ ഈ ജോബ് കുര്യൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, റീസെൻ്റായിട്ട് ഇറങ്ങിയ ഭാവം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു പാട്ടിലെ വരികൾ എനിക്കിങ്ങനെ എൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരികയാണ്. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ട് ഞാനെന്ന ഭാവം മാഞ്ഞേ. ഭയങ്കര രസമുള്ളൊരു ഒത്തിരി അർത്ഥവത്തായ വരികളായിട്ട് എനിക്കിങ്ങനെ തോന്നി. നല്ല രസമാണ് അതിലെ ഓരോ വരികളും. അതിലെ മറ്റ് ഒരു വരി അതിനകത്ത് വരുന്നത്, ഞാനാരെന്നറിവ് ഞൊറിഞ്ഞേ, കാലത്തിര ഇളകി മറിച്ചേ, നേരേതോ വഴികളലഞ്ഞേ, പാരാകെ തേടി നടന്നേ, വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ടൂറ്റം കൊള്ളാം, ഞാനെന്ന ഭാവം മാറ്റാം. നമ്മുടെ ഓരോ യാത്രയും ഞാനെന്ന ഭാവം മാറ്റാനുള്ള ഓരോ ജേണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആ പാട്ടിലെ വരികൾ അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ഹൃദ്യമായി തോന്നുന്നത്. മേലേ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. എക്ഹാർട്ട് ടോളി എഴുതിയ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദ സീക്രട്ട് ഓഫ് ലൈഫ് ഈസ് ടു ഡൈ ബിഫോർ യു ഡൈ. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ മുറിവുകളെ, നമ്മുടെ ഇനിയും ഉണങ്ങാത്ത മുറിവുകളെ കൊന്നുകളയാം, മുറിവുകളുള്ള ആ ഭൂതകാലത്തെ കൊന്നുകളയാം, ഞാനെന്ന ഈഗോ സ്റ്റേറ്റിനെ കൊന്നുകളയാം. എന്തിനു വേണ്ടിയാണ്? പുതിയൊരു മനുഷ്യനായി ജനിക്കാൻ, ബോൺ അഗെയിൻ, ടു ലിവ് അഗെയിൻ. ഓരോ യാത്ര കഴിയുമ്പോഴും പുതിയൊരു മനുഷ്യനാകാനുള്ള എന്തോ ഒന്ന് ആ യാത്ര ഉള്ളിൽ അവശേഷിപ്പിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഓരോ യാത്രയും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ യാത്ര കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഏറെ സന്തോഷിച്ച ഒരു പിക്ചറാണിത്. നമുക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരുടെ ആ പുഞ്ചിരി കാണാൻ എന്ത് രസമാണെന്നോ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.